പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ പോലും ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ധ്യാനം കൂടാൻ പോലും ഇരുന്നതല്ല. ലാസ്റ്റ് വീക്കിൽ പോളി ബ്രദർ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നില്ലേ ധ്യാനത്തിനെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ ധ്യാനം നടക്കുന്നുണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഈ ലാസ്റ്റ് 3 ഡേയ്സും എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. പക്ഷേ എൻ്റെ മോൾക്കടെ പാസ്പോർട്ടിൻ്റെ പേപ്പേഴ്സ് ഞാൻ അയച്ചിട്ട് അത് തിരിച്ചു വന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓഫ് റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് ഈ ദിവസങ്ങളിൽ ഓഫ് കിട്ടി. അങ്ങനെ എനിക്കിപ്പം ഓൺ ആൻഡ് ഓഫ് ആയിട്ടെങ്കിലും ഇവിടെ കൂടാൻ പറ്റി. ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഇവിടെ വരുമ്പം എന്താ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഈ ശുശ്രൂഷയിൽ വരുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഭയം, എനിക്ക് എന്ത് കാര്യത്തിനും ഭയമാണ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ ഈവൻ ഇംഗ്ലീഷുകാരുടെ അടുത്ത് ടോക്ക് ചെയ്യുമ്പോൾ ദൈവമേ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവോ, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവോ, ഇത് ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ഈവൻ കൊച്ചിൻ്റെ ക്ലാസ്സിൽ സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അതുപോലെ ഏതൊരു മനുഷ്യൻ്റെ അടുത്ത് ഇടപഴകുമ്പോഴും പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഭയമാണ് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ തോമസ് ബ്രദർ പറഞ്ഞു നാവിന്റെ ബന്ധനത്തിന് അടിച്ചു മാറ്റി യേശുവിന്റെ സാക്ഷിയായ ദൈവം സൃഷ്ടാവും അത് കറക്റ്റായിട്ട് എനിക്കത് ഓർമ്മ വന്നു. ദൈവം സൃഷ്ടാവാണ്, പിശാച് ദൈവത്തിന്റെ ക്രിയേഷനാണ് പിശാച്. ആ ഒരു ബോധ്യം എന്നിലേക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അത് വന്നിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇന്ന് ഞാൻ ഇവിടെ ലേറ്റ് ആയിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ദൈവത്തോട് സംസാരിക്കുന്ന ആ സമയത്ത് എല്ലാവരും ഓരോ വചനങ്ങൾ ഇവിടെ ദൈവം സംസാരിക്കുന്നതായിട്ട് ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊന്നുമില്ല പറയാൻ. ഞാനൊന്നും കേൾക്കുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ആരോ ഒരാൾ സണ്ണി ബ്രദർ അന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഒരാൾ എൻ്റെ അടുത്ത് ഞാൻ ഇപ്പം കണ്ണടിച്ചിരിക്കുമായിരുന്നു. സണ്ണി ബ്രദർ എൻ്റെ ബാക്കിൽ വന്നിരുന്ന് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പം മകളെ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്, പക്ഷേ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നില്ല. നിന്നിലേക്ക് കടന്നു വരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാനത് സ്വീകരിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഇതില് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം ബാക്കിലായിരുന്നു ബ്രദർ നിന്നത്. എനിക്ക് അപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ശക്തി എൻ്റെ ബാക്കിലേക്ക് വന്ന ഒരു പ്രസ് ചെയ്യുന്ന പോലെ എനിക്ക് അന്നേരം അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ സമയത്ത് ബ്രദർ എന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി എന്നോടൊന്ന് ടോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു സണ്ണി ബ്രദർ. അത് കഴിഞ്ഞ് സണ്ണി ബ്രദർ ടോക്ക് ചെയ്തു. ആ സമയത്ത് ബ്രദർ എനിക്ക് ഹസ്ബൻഡിനും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ബ്രദർ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങളും പ്രാർത്ഥിച്ചു. ബ്രദർ എൻ്റെ ഈ തോളത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടു പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരുന്നു. ഭയങ്കര എന്തോ ഒരു ഷേക്കിങ്, എന്തോ ഒരു കറണ്ട് അടിക്കുന്ന പോലെയുള്ള ഒരു അനുഭവം അതെനിക്കുണ്ടായി. ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവിനെ നന്ദി, യേശുവേ സ്തോത്രം. ഇത്രയും പോലുള്ള ധൈര്യം എനിക്കില്ല. ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കി എങ്ങനെ ഞാൻ സംസാരിക്കും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ദൈവം യേശുവിന്റെ പേരാ പറയുക. യേശു നമ്മളെ തൊട്ടത് ഞാനല്ല. ഹല്ലേലൂയ. താങ്ക് യു. ഗോഡ് ബ്ലെസ്. ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്ന പണിയൊക്കെ നിങ്ങൾ ചെയ്യും. പ്രിൻസി ഇവിടെ വന്നത് പറഞ്ഞില്ല, എനിക്ക് ഇവിടെ വരെ വന്ന് ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ വന്ന് ഇത്രയും പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് ബ്രദർ പറയണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യും പറഞ്ഞു തരുന്നു. ആ ഒരു ധൈര്യത്തിൽ മാത്രമേ ഞാൻ ഇവിടെ വന്നിരിക്കണേ. അറിഞ്ഞു വന്നെങ്കിൽ കണക്ട് ചെയ്യണത്. ഞാനിവിടെ എനിക്ക് ചിലപ്പോൾ ഇവിടെ വന്നത് കുറച്ച് പൊട്ട ചിന്തകളൊക്കെ ഉണ്ടായി, നമ്മുടെ മനുഷ്യൻ്റെതായ ചിന്തകൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക്
ഇങ്ങനെ പിടിച്ചു പോയി. ഞാൻ സ്റ്റേജിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒന്ന് പറയാൻ. അപ്പൊ ഞാൻ അങ്ങനെ പിടിച്ച് പാസൊക്കെ വെച്ചിട്ട് അപ്പൊ ആൾക്കാർ അതായിരുന്നു എനിക്ക് അതിലൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു, പറയാനൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു പൊട്ട ചിന്ത ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കമ്മിറ്റഡ് ആവാണ്. ഞാൻ ദൈവത്തിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ നോക്കൂലേ, നമ്മളെന്തെങ്കിലും നമ്മൾ തരികട ഇതൊക്കെ ഉണ്ടാവില്ല കുറച്ചൊക്കെ, അത് കാണും, അവരുടെ മുമ്പിൽ വെച്ച് കണ്ടുപിടിക്കും, ഇങ്ങനെയൊക്കെ കുറെ പൊട്ട ചിന്തകൾ എന്നിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രം വരില്ല. ഞാനെപ്പോഴും ഈ ഇപ്പൊ പോളിച്ചേട്ടനടുത്തൊക്കെ ചോദിച്ചറിയാം, സഹോദരന്മാരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും തലത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്തോളല്ലോ, ഒരു പ്രാർത്ഥന. ആ ഒരു രീതിയിലാണ് ഞാൻ ഇത്ര നാളിങ്ങനെ നടന്നു പോയത്. ഇങ്ങനെ നടന്നു പോയിട്ടിരുന്നപ്പോൾ കർത്താവ് എനിക്കിട്ട് പറഞ്ഞു തന്നു, കർത്താവ് നീ ഇങ്ങനെ പോയാൽ പോരാ, നിന്നെ ഇച്ചിരി കൂടിയൊക്കെ നന്നാക്കണം എന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് അങ്ങോട്ട് പോകാനേ ഇങ്ങനെ വിട്ടുകൊടുക്കാനൊരു മടിയായിരുന്നു. പുറത്ത് ചാടണ്ടാന്ന് വിചാരിച്ചിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഒളിച്ച് മാറി കിടക്കണം, സാറ്റ് കളിച്ചുകൊണ്ട് കിടക്കായിരുന്നു. പെട്ടെന്ന് എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാവരും സന്തോഷിക്കും, ഞാനും സന്തോഷിച്ചു. ഒരു മാസം 3-3 മാസമായപ്പോൾ സന്തോഷത്തിന് ചെറിയ ഇതൊക്കെ വന്നു. ഇപ്പോൾ പുതിയ 3 മാസമായി അവൾക്ക് ശ്വാസമുട്ടലായി, പിന്നെ അങ്ങനെ വേണ്ട ചെറിയ രോഗങ്ങൾ വന്നു. രോഗങ്ങൾ എപ്പോഴും നമ്മളിത് വരുമ്പോൾ ഈ ശ്വാസമുട്ടും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണല്ലോ. നേരെ ആശുപത്രി ചെല്ലും, ആശുപത്രിക്കാർക്ക് കണ്ടുപിടിക്കാനൊന്നുമില്ല. നമുക്കും അറിയാം, ഈ പോളിച്ചേട്ടൻ പ്രാർത്ഥിച്ചവരെ പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്നു, അത് പോയി. പക്ഷേ ഈ ശ്വാസം മുട്ടും ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളും ഡോക്ടർ നമ്മളെ പേടിപ്പിക്കും, ഓടിപ്പിക്കും. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നലെ ഇത് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനത് വേറായിട്ട് സംസാരിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കുന്നവർക്ക് എപ്പോഴും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും, പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് ദൈവം ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നു തുടങ്ങിയുള്ളൂ, ഇപ്പോഴേ എന്നെ വെള്ളം മുക്കരുത്, ഒന്നുകൂടി ഒരു ശക്തിയായിട്ട് തുടങ്ങിയാൽ പിന്നെ ഓക്കെ ആണല്ലോ. ഇന്ന് അച്ഛൻ അത് തന്നെ കണക്റ്റഡ് ചെയ്തിട്ട് ഇന്ന് ഫുള്ള് പറയുകയും ചെയ്തു. അച്ഛൻ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കുർബാനയ്ക്ക് പറഞ്ഞില്ലായിരുന്നോ, ഒരു അമ്മത്രേസ്യ പകുതി വെച്ച് വഞ്ചിയിലെത്തിയിട്ട് മുങ്ങിപ്പോയി. ഇതാണ് കാരണം ആരും വരാത്ത. ഞാൻ വിചാരിച്ചു അതായിരിക്കും. എങ്കിലും കർത്താവിൻ്റെ അത്രമാത്രം ഒരു സ്നേഹം അത് വളരെ വലുതാണ്. അത് നമ്മൾ അടുപ്പിക്കുന്ന ഓരോ നിമിഷങ്ങളും അതിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണെന്ന് എനിക്ക് തിരിച്ചറിയാനും ബ്രദർ പ്രത്യേകിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മാമോദിസയിലൂടെ ഈ ഗിവ് യു ഓൾ ദ തിങ്സ്. നമുക്ക് എല്ലാവരും ഈ ഇതിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല, ഈ നിങ്ങൾ ഓരോരുത്തർക്കും എന്നിലൂടെ ഈ മക്കൾ ഈ കൊച്ചെന്നെ പറഞ്ഞ് എത്രയോ നന്നായാണ് ഇതിലൂടെ പറഞ്ഞത്. അതുപോലെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും കഴിവുണ്ട്, നമ്മളത് പ്രവർത്തിക്കണം. നമ്മുടെ കയ്യിലിരിക്കുന്ന ടൂൾസ് ഈസ് ഗിവൻ ടു യു, യു നീഡ് ടു യൂസ് ഇറ്റ്. ഈ യൂസ് ചെയ്താൽ യു ക്യാൻ ഡു വാട്ടെവർ യു ക്യാൻ. അതുപോലെ ദൈവം തന്നിരിക്കുന്ന എല്ലാ കൃപയും നമുക്ക് നല്ല രീതിയിൽ നടത്താനുള്ള പ്രാർത്ഥന ഈ കൂട്ടായ്മ നന്നായി വളരട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഈ വചനത്തിൻ്റെ ശക്തി അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും ഈ ഇതിൽ വരാൻ കഴിഞ്ഞതിലും ഞാൻ ദൈവത്തിന് 1000 നന്ദി. ബ്രദറിനെ കണ്ടുമുട്ടാൻ സാധിച്ചിട്ടും ബ്രദർ എനിക്കൊരു തന്നിട്ടുണ്ട്, 10 ദിവസം നീ ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞേ, ഫിൽ വിത്ത് ഹോളി സ്പിരിറ്റ്. ഞാനത് ചെയ്തു നോക്കാം. 10 ദിവസം വിസ്ഡം ആൻഡ് ഹോളി സ്പിരിറ്റ് രണ്ടും കൂടി ഇരുന്നോട്ടെ ബ്രദറെ. ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണെന്ന് അറിയാം. എല്ലാവരുടെയും മുഖം വളരെ സന്തോഷത്തിലാണ്. നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ ആയിരുന്നു കഴിഞ്ഞ 3 ദിവസം. എന്നോട് എല്ലാവരും പങ്കുവച്ചപ്പോൾ ഒത്തിരി സന്തോഷമാണെന്ന് പറയുകയുണ്ടായി. എന്നിരുന്നാലും ജോലി എന്നോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ടോണി ചേർന്ന് ഇതുപോലെ വചനപ്രഘോഷത്തിലൊക്കെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു. അത് ബ്രദർ കേട്ടപ്പോൾ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനെന്നും ബൈബിളിലെ ഏറ്റവും നല്ല വചനപ്രഘോഷണമായിട്ട് കണ്ട ഒരു വ്യക്തി മാതാവായ മറിയമാണ്. നിങ്ങൾക്കറിയാം, ഈ മാതാവ്, ഞാനൊരു കഥ പോലെ പറയുകയാണ്. വളരെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ദൈവാനുഭവം ഉണ്ടായതിന് ശേഷം വചനപ്രഘോഷണം നടത്തിയ ഒരു വ്യക്തി, സൂര്യനെ ഉടയാടയായി അണിഞ്ഞ 12 നക്ഷത്രങ്ങളുടെ കിരീടം വെച്ച ദൈവകൃപ നിറഞ്ഞ മാതാവ്. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്നത് പുള്ളിക്കാരി 3 വീടുകളിൽ പോയി വചനപ്രഘോഷണം നടത്തി. ആദ്യത്തെ വീടാണെന്ന് നിങ്ങൾക്കറിയാം, എവിടെയാണ്? രണ്ടാമത്തെ വീട് കാനായിലെ കല്യാണം വീട്. മൂന്നാമത്തെ വീട് ഒരു ക്ലൂ തരാം, ഒരു മാളിക വീടാ.
ഈ 3 വീട്ടിൽ ചെന്നും മാതാവ് വലിയ പ്രസംഗമൊന്നും ചെയ്തില്ല. ഒന്നാമത്തെ വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പം അമ്മയ്ക്കും പരിശുദ്ധാത്മാവിനെയും ദൈവത്തെയും കൊടുക്കാൻ സാധിച്ചു. വയറ്റിൽ കിടന്ന കുഞ്ഞിനും കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ വീട്ടിൽ ചെന്നപ്പോഴും യേശുവിനെ അവിടെ വിളമ്പിയത്. മൂന്നാമത്തെ വീട്ടിൽ ചെന്നപ്പം 120 മല്ലന്മാരും അവിടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം കൊടുത്തത് ഈ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഏതായാലും 120 പേരോളം ഉണ്ടായിരുന്നു. ഇവർക്ക് കൊടുത്തത് യേശുവിനെയും പരിശുദ്ധാത്മാവിനെയാണ്. ഞാൻ കാണുന്ന ഒരു വചനപ്രഘോഷണത്തിന് മാതൃകയായി കണ്ടത് ഈ വ്യക്തിയാണ്. കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല, കാരണം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാവുന്ന, ആരും മൈക്ക് വെച്ച് വേദിയിൽ കയറി പ്രസംഗിച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല വചനപ്രഘോഷണം സൈലൻ്റായിട്ടാണെങ്കിലും എവിടെയാണോ എന്താണ് ആവശ്യം, എവിടെയാണോ എന്താണോ പ്രശ്നം, പരിഹാരം ഒന്നേ ഉള്ളൂ, ജീസസ് ഓഫ് നസറത്ത്. നിന്റെ ജോലി സ്ഥലത്താണെങ്കിലും, നിന്റെ കുടുംബത്താണെങ്കിലും, നിന്റെ യാത്രയിലാണെങ്കിലും, നിന്റെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും, സൊല്യൂഷൻ ഈസ് ഓൺലി വൺ, ജീസസ് ഓഫ് നസറത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കഥ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ദൈവ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും നന്ദി. താങ്ക് യു ജീസസ്. കർത്താവ് തന്ന ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ ഉറവിടമായ സ്വർഗത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ തോമസ് ബ്രദറിന് പ്രത്യേകം നന്ദി പറയുന്ന ഈ അവസരം ഞങ്ങൾക്ക് ഒരുക്കിയതിന്. ഒത്തിരിയേറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് പോകുമ്പോഴും പലതും ഇടയ്ക്കിടയ്ക്ക് വന്ന് കേട്ടുപോകാനേ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷെ വന്ന് കേൾക്കുമ്പോഴൊക്കെ പലതും ഹൃദയത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു തരുന്നത് പോലെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലപ്പോഴും കിച്ചണിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇടയ്ക്ക് കൂടി പോരുമ്പോൾ ജോലി പറയും, സഹോദരൻ ഒന്ന് വാതൊന്ന് പിടിച്ച് താഴെ വെക്കണം. അപ്പോൾ പോകുമ്പോൾ പല കാര്യങ്ങളായിട്ട് എനിക്ക് ശരിക്കും പൂർണ്ണമായിട്ട് ഈ ക്ലാസ്സുകളിലൊന്നും കൂടാൻ സാധിച്ചില്ല. എന്നാലും ഇനി കഴിഞ്ഞ ക്ലാസ്സുകൾ കാസറ്റിലൂടെ കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അതും കർത്താവിൻ്റെ ഒരു അനുഗ്രഹമാണ്. കൂടാതെ ഇവിടെ പ്രാർത്ഥിച്ച സമയങ്ങളിലൊക്കെ ആത്മാവിൻ്റെ വലിയ അഭിഷേകവും നിറവും ഒത്തിരിയേറെ അനുഭവപ്പെടാൻ സാധിച്ചു. പ്രത്യേകിച്ച് എനിക്കൊരു പുതിയ ഭാഷാപാരം കർത്താവ് നൽകി അനുഗ്രഹിച്ചു. പലപ്പോഴും ഞാൻ ഭാഷാപരത്തിലാണ് സ്തുതിച്ചു തുടങ്ങുമ്പോൾ ഭാഷാപരത്തിൽ സ്തുതിക്കുമ്പോഴും ഇതുവരെ സ്തുതിക്കാത്ത ഒരു ഭാഷയിൽ ഒരു സ്വരത്തിൽ ഇന്ന് എനിക്ക് സ്തുതിക്കാൻ കർത്താവ് ആ ഭാഷാപരത്തിൻ്റെ സമയത്ത് സ്തുതിക്കാൻ വന്നുകൊണ്ട് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ കൃപ എന്നിലേക്ക് നിറഞ്ഞ് സ്തുതിക്കുവാൻ സാധിച്ചു. പലപ്പോഴും ആ ഒരു സൗണ്ട് ഇങ്ങനെ എന്നിലേക്ക് വരുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അതിനെ തടഞ്ഞു നിർത്തുമായിരുന്നു. കർത്താവ്, ഈ ഒരു സൗണ്ട് മനുഷ്യർക്ക് അരോചകമായി തോന്നിയേക്കാം എന്നുള്ളൊരു ചിന്ത എന്നിലേക്ക് വരുമായിരുന്നു പെട്ടെന്ന്. എന്നെ ശ്രദ്ധിക്കുന്നവൻ. പക്ഷേ ഇന്ന് അത് കെട്ടുകൾ പൊട്ടി എന്നിൽ നിന്ന് ആ ഭാഷ ഒഴുകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അത്ഭുതകരമായി. കാരണം ഞാൻ തടഞ്ഞു നിർത്തിയ ഒരു ഭാഷയായിരുന്നത്. എൻ്റെ കർത്താവിന് ഈ ഭാഷാപരം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് പ്രത്യേകമായി നന്ദി പറയുന്നു. ഞാൻ ഇവിടെ വന്നത് എൻ്റെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് മാത്രമാണ്. എൻ്റെ അനിയനപ്പുറത്തുണ്ട്. എനിക്ക് പറയാനുള്ളത്, അച്ഛനോട് വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ 4-5 ധ്യാനത്തിന് പോയിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ അവിടെ നീട്ടാത്തൊരു എനിക്കാണെങ്കിൽ ബൈബിൾ ഇപ്പോൾ എങ്ങനെ കാണുന്നത് വ്യത്യാസമുണ്ട്. അത് കൂടുതൽ മനസ്സിലാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് മുഴുവൻ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റുള്ള
ധ്യാനങ്ങളിൽ പോയി വെച്ച് നോക്കുമ്പോൾ പിന്നെ എനിക്കിപ്പോൾ കൂടുതൽ ദൈവത്തിന് അടുത്തായി എന്നും എന്നാ എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരു ഇൻറ്റിമസി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സണ്ണിയങ്ങളോട് വലിയ താങ്ക്സ് ഉണ്ട്. കാരണം ദൈവം എനിക്ക് അവിടെ ഉണ്ട്, എനിക്ക് വേണ്ടി എന്നാ അവിടെ ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസം ഇപ്പോൾ തോന്നുന്നു. അതിന് എന്നാ സണ്ണിയങ്ങളാണ് എനിക്കത് മനസ്സിലാക്കി തന്നത്. അതിന് സണ്ണിയങ്ങളോട് നന്ദി. നന്ദി. പിന്നെ ഇവിടെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി നന്ദിയും എന്നെ ഇവിടെ ഫ്രണ്ട്സായിട്ടും വന്ന എല്ലാവർക്കും ഒരു നന്ദിയുണ്ട്. അതായത് ഈ കിച്ചണിലൊക്കെ വർക്ക് ചെയ്ത് നമ്മളെ കാണാതെ പോയ കുറേ എന്നാ അടുവൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വലിയ നന്ദിയുണ്ട്. പ്രിയ സഹോദരൻ, എൻ്റെ പേര് സന്തോഷ്. എൻ്റെ വൈഫിന് പേര് ബിന്ദു. എനിക്ക് 2 പിള്ളേരുണ്ട്. അവർ വൈഫും കുട്ടികളും നാട്ടിലാണുള്ളത്. ഇത് മൂത്ത കുഞ്ഞിന് ഒരു ബർത്ത് റിലേറ്റഡായ ഇഷ്യൂസൊക്കെ വന്ന് അതിന് ശേഷം അതിനുണ്ടായ ഒരു മാമോദീസ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ അതിന് ഫിക്സ് കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അന്നത്തോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിലൊരു പ്രോബ്ലം ഞങ്ങളുടെ ജീവിതത്തിൽ ഇട്ട് തരുമായിരുന്നു. ഞാൻ ഇതുവരെ അവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് എണീറ്റ് വന്ന് സാക്ഷ്യം പറയാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുമായിരുന്നു. ഞാൻ എന്തിനാ പറയുന്നത്, എനിക്കങ്ങനെ ഒരു സൊല്യൂഷൻ ദൈവം ഇതുവരെ തന്നിട്ടില്ലല്ലോ.